ഇനി അടുത്ത് നമുക്കൊരു ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് നമ്മുടെ ശിവാസ് ബസാറിൻ്റെ ബാക്ക് എൻഡിൻ്റെ ട്യൂട്ടോറിയലാണ്. അതിൽ നമ്മൾ ഫസ്റ്റിൽ വന്നു കഴിയുമ്പം ബാച്ച് ട്യൂട്ടോറിയൽ കാണുമ്പോൾ ഇത് ഇപ്പം കാണുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ അത് ഞാൻ അപ്ലോഡ് ചെയ്ത് വെക്കും. പിന്നീട് നമുക്ക് അടുത്തത് രജിസ്ട്രേഷനിലേക്ക് പോകുന്നു. ലൊക്കേഷൻ എനേബിൾ എന്ന് കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പം രജിസ്ട്രേഷനിൽ നമ്മൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈസ് സ്ക്വയർ, അതായത് പിന്നെ കറക്റ്റ് സ്ക്വയർ വിട്ടും ലെങ്തും കറക്റ്റ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു ലോഗോയാണ് നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ താഴെ അവിടെ എഴുതിയിട്ടുണ്ട് കേരളത്തിലുള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ളത് പിന്നീട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ എല്ലാ നാഷണാലിറ്റിക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിലുള്ളവർക്കും മാത്രമായിട്ടാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ലോഗോ സെലക്ട് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് ലോഗോ നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വീണ്ടും ക്ലിക്ക് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അറിയാതെ നമ്മൾ വേറെ ഏതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചു അത് നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് വീണ്ടും അതിൻ്റെ സെലക്ട് ബിസിനസ് കാറ്റഗറി ഇപ്പോൾ നമുക്ക് ലോഗോ വീണ്ടും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഞാൻ വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനകത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ട്. ഉണ്ടോ, വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് ചേഞ്ച് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ലോഗോയുടെ സൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോഗോയ്ക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ലോഗോയുടെ സൈസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി റീസൈസ് ആവും ഇതിലേക്ക്. അതുകൊണ്ടാണ് ഇതുണ്ടോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഏതാണോ ബിസിനസ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മളിപ്പം പിന്നെ റെസ്റ്റോറൻ്റ് ആണോ, ഫാഷൻ സ്റ്റോഴ്സ് ആണോ, ഫ്ലറിസ്റ്റ് ആണോ, അല്ലെങ്കിൽ ജുവലറി ആണോ, ലെതർ ആൻഡ് പ്രൊഡക്ട്സ് വർക്ക്സ് ആണോ, മിൽക്ക് പ്രൊഡക്ട്സ് ആണോ, അല്ലെങ്കിൽ ജുവലറി ഷോപ്പാണോ, വേറെ പ്ലാസ്റ്റിക് ഷോപ്പാണോ, റെസ്റ്റോറൻ്റ് ആണോ, റെസ്റ്റോറൻറ്റ് ജ്യൂസ് സ്റ്റോറാണോ, റെസ്റ്റോറൻറ്റ് സ്മാൾ ആണോ. ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്മാൾ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. റെസ്റ്റോറൻറ്റ് സ്മാൾ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓരോ പ്രൊഡക്റ്റ് കാറ്റഗറി ഉണ്ടാവും. ഇതിപ്പോൾ ബിസിനസ് കാറ്റഗറിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ ഇത്ര 9 പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ്, കറി തുടങ്ങിയ ഡിന്നർ തുടങ്ങിയവയൊക്കെയുള്ള 9 പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് നമുക്കിപ്പോൾ ഉള്ളത് റെസ്റ്റോറൻറ്റ് സ്മോളിന്. എന്നാൽ റെസ്റ്റോറൻറ്റ് ജ്യൂസ് ഷോപ്പുണ്ട്, റെസ്റ്റോറൻറ്റ് ബിഗ് ഉണ്ട്. അവയ്ക്കൊക്കെ ഓരോ സെപ്പറേറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കാറ്റഗറി, അതായത് വെണ്ടർ കാറ്റഗറി, അതാണ് ബിസിനസ് കാറ്റഗറി എന്ന് പറയുന്നത്, അത് സെലക്ട് ചെയ്യാനായിട്ട്. നമുക്കത് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 9 പ്രൊഡക്റ്റ് കാറ്റഗറിയാണുള്ളത്. ഇപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്തതിന് ശേഷം ഉണ്ടോ 14 പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ഇപ്പം ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് ജ്യൂസ് സ്റ്റോഴ്സിനുള്ളത്. അപ്പോൾ 14 പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലം റെസ്റ്റോറൻറ്റ്സിനാണെങ്കിൽ 12 പ്രൊഡക്റ്റ് കാറ്റഗറിയാണ്. അപ്പം മീൽസ് ഒക്കെ ഉണ്ട്, കറിയുണ്ട്, ഡീൽസ് ഉണ്ട്, അങ്ങനെയുള്ള ഓരോന്നിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാറ്റഗറിയാണുള്ളത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്മോൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മുടെ എൻ്റെ ഫുൾ നെയിം, എൻ്റെ ഇമെയിൽ അഡ്രസ് വിത്ത് പിൻകോഡ്. പക്ഷേ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കണം. പിന്നെ അതിൻ്റെ പാസ്വേഡും മറന്നു പോകരുത്. പിന്നെ ഫുൾ അഡ്രസ് വിത്ത് പിൻകോഡ് കറക്റ്റാണ് ബെറ്റർ കൊടുക്കുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, ഭാവിയിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതിൻ്റെ ഫോൺ നമ്പറും, കാരണം ഫോൺ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പം വാട്സപ്പ് മെസ്സേജിലേക്ക് ആ ഫോൺ നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് ക്ലിക്കിനുള്ളിൽ നിങ്ങൾക്ക് മെസ്സേജ് വരണമെന്നുണ്ടെങ്കിലൊക്കെ കറക്റ്റ് ഫോൺ നമ്പർ തന്നെ നമ്മൾ കൊടുക്കുക. നമ്മളുടെ സാധാരണ നമ്പർ കൊടുത്താൽ മതി. ഇവിടുത്തെ ഇന്ത്യൻ നമ്പർ, കേരളത്തിലെ നമ്പർ, ഫുൾ നമ്പർ കൊടുത്താൽ മതി. കൺട്രി കോഡ് കൊടുക്കണമെന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മാത്രം മതി. കാരണം എന്താ വെച്ചാൽ റിഫ്രഷ് ചെയ്യുമ്പം ഒരു എന്തെങ്കിലും എറർ എല്ലാം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും റിഫ്രഷ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ നമുക്ക് ആദ്യം നമ്മൾ ലോഗോ സെലക്ട് ചെയ്യുന്നു. വീണ്ടും ഇതുപോലെ തന്നെ ഇപ്പോൾ സ്പേസ് ടൈപ്പ് ചെയ്തപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും വന്നില്ല. ഇപ്പൊ നമുക്ക് ബിസിനസ് കാറ്റഗറി എന്ന് പറയുന്നത്, അതായത് വെണ്ടർ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്തിട്ട് സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട്, ടോയ് സ്റ്റോഴ്സ്, അങ്ങനെയുള്ള പലതരത്തിലുള്ളതുണ്ട്. റെസ്റ്റോറൻറ്റ് സ്മാളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ഈ 9 കാറ്റഗറീസ് ഉണ്ടാവും. അതായത് പ്രൊഡക്റ്റ് കാറ്റഗറീസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് സാധനം ഉണ്ടാവുമല്ലോ, ലഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ സ്നാക്സ് എന്ന് പറയുന്ന പരിപ്പോട തുടങ്ങിയവയൊക്കെ സ്നാക്സ് ഒക്കെയാണ്. ഇപ്പൊ restaurant@gmail.com പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഇപ്പൊ സാമ്പിളായിട്ട് ഞാൻ കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും പിന്നെ നോർമൽ ആയിട്ടുള്ള അഡ്രസ്സുമാണ് കൊടുക്കേണ്ടത്. കറക്റ്റ് തന്നെ കൊടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ
ഫുൾ നെയിം ഫുൾ ഫോൺ നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. കൺട്രി കോഡ് കൊടുക്കണമെന്നില്ല. 8891 എന്ന് പറയുന്ന ഈ 542847 എന്ന് പറയുന്ന എൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ അത് കൂടാതെ നമ്മളുടെ പാസ്വേഡ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കൊടുത്തിരിക്കണം. അതിന്റെ പാസ്വേഡ് നമുക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റ് തന്നെ കൊടുക്കണം. ആ കൺഫേം പാസ്വേഡ് അത് തന്നെ കൊടുത്തിരിക്കണം. അത് മറന്നു പോകരുത്. ടാക്സ് രജിസ്റ്റേർഡ് എന്ന് പറയുന്നത് പാസ്വേഡ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അതൊരു മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് നമുക്ക് പാസ്വേഡ് ഇമെയിൽ അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നലെ ഇമെയിൽ അഡ്രസ് കറക്റ്റ് അല്ലെങ്കിൽ ആ പാസ്വേഡ് വേറെ നമ്പറിലേക്ക് വേറെ ഈ ആളുടെ ഇമെയിൽ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ ഫേക്ക് ഇമെയിൽ അഡ്രസ്സോ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലം അതുണ്ടാകും. പിന്നെ ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷനിലേക്ക് പോകും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഇന്ന റെസ്റ്റോറൻറ്റ് ഇന്ന ആളുടെ ഇമെയിൽ അഡ്രസ്സും കൂടി വെച്ചിട്ട് എന്നെ ഇമെയിൽ അഡ്രസ്സും കറക്റ്റായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഏതാണെന്ന് നോക്കിയിട്ട് അപ്രൂവ് തരുന്നതാണ്. അല്ലെങ്കിൽ സാധാരണ നോർമലി ഒരു 24 അവേഴ്സ് മാക്സിമം മുമ്പ് എടുക്കും. എങ്കിലും 24 അവേഴ്സ് എടുക്കേണ്ടി വരത്തില്ല. കാരണം മിക്കവാറും സമയങ്ങളിൽ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, അപ്രൂവൽ കൊടുക്കുന്നതായിരിക്കും. പിന്നീട് ഇതിപ്പോ അതിന്റെ നമ്മുടെ FSI സർട്ടിഫിക്കറ്റ് ഇപ്പൊ ലോഗിൻ എന്ന് പറയുന്ന ടാബിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലോഗിൻ ടാബിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് FSI സർട്ടിഫിക്കറ്റിലേക്ക് പോയത്. അഡ്മിൻ ഇസ് നോട്ട് അപ്രൂവ്ഡ് ആൻഡ് വെരിഫൈഡ്. അതായത് ഞാൻ അപ്രൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്റെ ഇമെയിൽ അഡ്രസ്സിലേക്ക് മെയിൽ ചെയ്യാനായിട്ടാണ് പറയുന്നത്. പിന്നെ അതിന്റെ FSI സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ്. അപ്പൊ FSI സർട്ടിഫിക്കറ്റ് റെസ്റ്റോറൻ്റ് FSI സർട്ടിഫിക്കറ്റ് ആപ്ലിക്കബിൾ ആണല്ലോ. അപ്പൊ FSI സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും സ്കാൻ ചെയ്യോ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. അത് ഓട്ടോമാറ്റിക്കലി റീസൈസ് ചെയ്ത് വന്നോളൂ. പിന്നെ അതിന്റെ സെലക്ട് യെസ് ഓർ നോ നമ്മൾ കൊടുക്കുന്നു. യെസ് കൊടുത്തു കഴിഞ്ഞാൽ വരും. പിന്നെ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതിന് തൊട്ടതായിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ അപ്ലോഡ് ബട്ടൺ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് അതിന് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. ഇപ്പം നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. അപ്ലോഡ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് സർട്ടിഫിക്കറ്റ് പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതായത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇമേജ് ആയിട്ടായിരിക്കും നമ്മൾ സേവ് ആകുന്നത്. അതുകൊണ്ട് ഇപ്പം വെറുതെ ബ്ലാങ്ക് ആയിട്ടുള്ള ഞാൻ സെലക്ട് ചെയ്യുന്നു, അത് അപ്ലോഡ് ആവുന്നു. കാരണം ഒന്ന് ചിലപ്പോൾ ഒന്ന് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നതായിട്ട് ഒരു ഫീൽ വരും. കാരണം എന്താ വെച്ചാൽ അത് ആ ഇമേജ് പ്രോസസ്സ് ചെയ്യുന്നതിന്റെ ഒരു ടൈം എടുക്കുന്നതാണ്. കാരണം അതിന്റെ പ്രോസസ്സ് ചെയ്ത് റീസൈസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതുവരെ തൽക്കാലത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഓരോ കമ്പ്യൂട്ടറിന്റെ സ്പീഡിന്റെ അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ഇമേജ് പ്രോസസ്സ് ചെയ്യുന്നത്. ഉണ്ടോ, അത് വെയിറ്റ് കൊടുക്കുക, എക്സിറ്റ് കൊടുക്കുക. അപ്പൊ ഇമേജ് അപ്പം ഇപ്പൊ തൽക്കാലത്തേക്ക് അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിലും അത് പഴയതാണ് കാണിക്കുന്നത്. അത് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സെലക്ട് നമുക്ക് ആവശ്യമുള്ള ഏതാണോ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യണമെന്നില്ല. സെലക്ട് നമ്മുടെ എന്നോട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ഡേറ്റും കൊടുക്കണം, സ്റ്റാർട്ട് ഡേറ്റും കൊടുക്കണം. എൻഡ് ഡേറ്റും സ്റ്റാർട്ട് ഡേറ്റും പരസ്പരം വ്യത്യാസപ്പെട്ടിട്ടുള്ളതായിരിക്കും. കാരണം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷമുള്ള ഡേറ്റ്, അതിനുശേഷം അപ്ഡേറ്റ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് വരും. ഇപ്പൊ ഇവിടെ കാണുന്നില്ലെങ്കിൽ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്താൽ മാത്രം മതി. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. റീഫ്രഷ് ചെയ്താൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. അവിടെ വൈറ്റ് കളറിലുള്ള കൊണ്ട് നമുക്കത് കാണാൻ പറ്റും. ഇപ്പം സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു റെഡ് കളർ ഡിസൈനുള്ള ഒരു പേജ് ഞാൻ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ഡേറ്റ് ചെയ്തിട്ട് സെലക്ട് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇഷ്ടമുള്ളതല്ല കൊടുക്കേണ്ടത്, അതിൽ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ അതിനുശേഷം സ്റ്റാർട്ട് ഡേറ്റും ഉണ്ട് എൻഡ് ഡേറ്റും ഉണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാർട്ട് ഡേറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് 2-ാം തീയതിയാണ് സ്റ്റാർട്ട് ഡേറ്റ് എങ്കിൽ പിന്നെ അത് 2-ാം തീയതിക്ക് ശേഷമുള്ള ഏതെങ്കിലും ഡേറ്റ് മാത്രമേ എൻഡ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം സ്റ്റാർട്ട് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് നമ്മൾ പഴയത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഒരാഴ്ചത്തേക്കുള്ള തൽക്കാലത്തേക്ക് ഒരാഴ്ചത്തേക്കുള്ള കാലാവധിയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ആയിരിക്കത്തില്ലല്ലോ, ഒരു വർഷത്തേക്കായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പം സർട്ടിഫിക്കറ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക, അപ്ഡേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ആയി. പിന്നീട് ലോഗിൻ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത
സർട്ടിഫിക്കറ്റ് അവിടെ കാണുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന്, അതായത് അപ്രൂവ് ചെയ്തിട്ടില്ലെന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക്, അതായത് 8891542847 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇമെയിലിലേക്ക് മെയിൽ ചെയ്താലും മതി. ഇപ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡിലെ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഡാഷ്ബോർഡ് സ്ക്രീൻ അപ്രൂവ്ഡ്, അതായത് നിങ്ങൾ അപ്രൂവ്ഡ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഡാഷ്ബോർഡ് സ്ക്രീനും വരും, അതിന്റെ QR കോഡും വരും. ഇതാണ് നിങ്ങളുടെ QR കോഡ്. നിങ്ങൾക്ക് ഫ്ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ QR കോഡ്, അതായത് ഇമെയിൽ വഴി ഇമെയിലും പാസ്വേഡ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ആപ്പിലൂടെ ആപ്പിലൂടെ നമുക്ക് ഫ്ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഫ്ലെയറും പോസ്റ്റും ക്രിയേറ്റ് ചെയ്യാം. ഫ്ലെയറിലും പോസ്റ്റിലും ഒക്കെ നിങ്ങൾക്ക് PDF-ലൂടെ തന്നെ PDF-ലും JPG ഫയലുമായിട്ട് നമുക്ക് ഇത് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ QR കോഡായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് ഭാവിയിലുള്ള വേറെ എന്തെങ്കിലും റിക്വയർമെന്റ്, നിങ്ങളുടെ QR കോഡ് ഒരിക്കലും മാറുന്നതല്ല. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ അപ്ലോഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകാവുന്നതാണ്. ഈ അപ്ലോഡ് സെക്ഷൻ എന്ന് പറയുന്ന പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ഇമേജ് നമ്മളതിനെ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ സാധാരണ JPG ഇമേജ് ആണെങ്കിൽ അതിന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ കളർ ബാക്ക്ഗ്രൗണ്ടോ നമ്മൾ യൂസ് ചെയ്യാതെ കറക്റ്റ് ആയിട്ടുള്ള ഒരു PNG ഇമേജ്, ഒരു പ്രൊഡക്റ്റിന്റെ ഇമേജ്, അതായത് ചിക്കൻ ബിരിയാണിയുടെയും അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലുള്ള ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമേജ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയി നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. മുട്ടക്കറി 3 കണ്ട, എഗ് 3 പീസ് നമ്മുടെ ആഡ് ചെയ്ത് കൊടുത്ത് മുട്ടക്കറി 3 നമ്മൾ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ ഗൂഗിളിൽ പോയിട്ട് മുട്ടക്കറി 3 എന്ന് പറയുന്നത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എഗ് 3 പീസ് അടിച്ചു കൊടുത്തിട്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജ് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ സെലക്ട് ചെയ്ത ഇമേജ് അത് ശ്രദ്ധിക്കണം, കോപ്പിറൈറ്റ് ഉള്ള പിക്ചറുകൾ ഉപയോഗിക്കാതെ പരമാവധി ശ്രദ്ധിക്കുക. കോപ്പിറൈറ്റ് ഉള്ള പിക്ചർ യൂസ് കഴിഞ്ഞാൽ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടാവുന്നതല്ല, നിങ്ങൾ തന്നെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. അത് ചിലപ്പോൾ അന്നേരം പിന്നീട് നമുക്ക് അത് ചേഞ്ച് ചെയ്യേണ്ടതായി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഇമേജസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ട് സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സ്ക്വയറോ അല്ലെങ്കിൽ അതെല്ലാം എഡ്ജ് രീതിയിലാണ് നമ്മൾ കോപ്പി ചെയ്യാൻ പറ്റുന്നത്. സേവിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ കോപ്പി സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വരും. എഡ്ജ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എഡ്ജ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അത് റിമൂവ് BG എന്ന് പറയുന്ന ഒരു remove-bg.ai എന്ന് പറയുന്നതിനകത്ത് ക്ലിക്ക് ചെയ്ത് Ctrl-V പേസ്റ്റ് ഇമേജ്, അത് Ctrl-V എന്ന് പേസ്റ്റ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ വേണമെങ്കിൽ ബാക്ക് എൻഡ് യൂസ് ചെയ്യണമെങ്കിൽ തൽക്കാലത്തേക്ക് ഇപ്പം മൊബൈൽ ആക്സസ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ആരും ഇല്ല. അതുകൊണ്ട് ഉണ്ടാകുന്ന സമയപരിമിതികൾ മൂലം എനിക്കിത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ വളരെയധികം പേര് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെ മറ്റു കമ്പനികളുടെ സപ്പോർട്ടുകൾ ചിലപ്പോൾ വാങ്ങിച്ചിട്ട് എനിക്കിത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരുടെ സഹായവും പിന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തത് സെലക്ട് ഇമേജ് എന്ന് പറയുന്ന ആ ബട്ടൺ കാണുന്നുണ്ടല്ലോ, അവിടെ നമ്മളത് കൊടുക്കണം. കാരണം ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു ബാർകോഡ് ഉണ്ടല്ലോ, ബാർകോഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാർകോഡ് കൊടുക്കാവുന്നതാണ്. മിക്കവാറും ഡബിൾ ആയിരിക്കും ശ്രമിക്കുക. പിന്നെ സെലക്ട് ടാഗ് നെയിംസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തൽക്കാലത്തേക്ക് ഇതിനകത്തുള്ളത് മാത്രമേ ടാഗുകൾ നമുക്ക് കൊടുക്കാൻ പറ്റൂ. ടാഗ് എന്ന് വെച്ചാൽ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് നമുക്ക് ചിലപ്പോൾ ഓഫർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നമുക്ക് എക്സൽ ഷീറ്റ് യൂസ് ചെയ്തിട്ട് എക്സലിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നിലധികം, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ലേ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നിലധികം പ്രൊഡക്റ്റുകൾ നമുക്ക് ഒരേ സമയം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ടാഗുകൾ, നിങ്ങളുടേതാവുന്ന ടാഗുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കറി എന്ന് പറയുന്ന സെക്ഷനിലേക്ക്, അതായത് പ്രൊഡക്റ്റ് സെക്ഷനിലേക്ക്, കറി എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് നമ്മൾ പോയത്. ഇപ്പോൾ അതിൽ വന്നിരിക്കുന്ന അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് അത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്കായിരിക്കും പോകുന്നത്. ആ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ ചെന്നിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യുക. അത് ഉണ്ടോ, അത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിന്റെ ബെറ്റർ ആയിട്ട് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ബാർകോഡിന്റെ നമ്പർ തന്നെ അതിന്റെ ഫയൽ നെയിമായിട്ട് കൊടുക്കേണ്ടതാണ്. അത് ബാർകോഡ് നമ്പർ ഫയൽ നെയിമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ആ ഒരു
രീതി പിന്തുടരുന്നതാണ് ബെറ്റർ. കാരണം എക്സൽ ഷീറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് ആവശ്യമായി വരും. ഇനി പ്രൊഡക്റ്റിന്റെ ദീർഘമായ ഡിസ്ക്രിപ്ഷൻ നമുക്ക് വേണ്ടേ, അതായത് എന്താണ് മുട്ടക്കറി എന്നൊക്കെയുള്ള മുട്ടക്കറിയുടെ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ തുടങ്ങിയവയൊക്കെ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഡൗൺലോഡ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ സെലക്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത പ്രൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യണ്ടേ. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ആണല്ലോ ഇവിടെ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ആ ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത് അത് നമ്മളിവിടെ സെലക്ട് ഇമേജ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ മുട്ടക്കറി 3 എന്ന് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കൊടുക്കാം. ആ മുട്ടക്കറി 3 ഡീറ്റെയിൽസ് നമുക്ക് ചാറ്റ് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ gemini.com എന്ന് പറയുന്ന ഏതെങ്കിലും AI ടൂൾ യൂസ് ചെയ്തിട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളില്ലേ chat.gpt.com, അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടക്കറി 3 വെച്ച് കൊടുത്തിട്ട് പ്ലീസ് ഗീവ് മീ ദാറ്റ് ന്യൂട്രീഷൻ ഇൻഫർമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസോ ഗീവ് മീ ദ എക്സ്പ്ലനേഷനോ എന്തെങ്കിലും നമ്മൾ കൊടുക്കുക. പക്ഷെ നമ്മളിപ്പോൾ എക്സ്പ്ലനേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ആദ്യം ഞാനത് എക്സ്പ്ലനേഷൻ എന്ന് കൊടുക്കുന്ന ഇത് മലയാളം ലാംഗ്വേജ് ഇൻ മലയാളം ലാംഗ്വേജ് ഗിവ് മീ എക്സ്പ്ലനേഷൻ 4 സെന്റൻസ് എക്സ്പ്ലനേഷൻ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിന് കൊടുക്കുമ്പോൾ എന്താ മുട്ടക്കറി എന്ന് പറയുന്നത് ഓർഡർ ചെയ്തിരിക്കുന്നതാണെന്നും അതിന്റെ 3 മുട്ടക്കറി വേണമെന്നൊക്കെയാണ് വരുന്നത്. അത് മനസ്സിലാക്കിയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്, അതിന്റെ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം മുട്ടക്കറി 3 കൊടുത്തിട്ട് പ്ലീസ് ഗീവ് മീ ദ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ആദ്യം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ആവുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രൊഡക്റ്റ് ഒരു കട തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം പ്രൊഡക്റ്റുകളെല്ലാം ഡിസ്പ്ലേ ചെയ്യേണ്ടിയും അതിന്റെ ട്രാക്ക് അടിച്ച് എല്ലാം ഡിസ്പ്ലേ ചെയ്യേണ്ടി വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ അതേപോലെ തന്നെയാണ്. പക്ഷെ ആദ്യത്തെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകൾ മാറ്റി കഴിഞ്ഞാൽ പിന്നീട് ചെറിയൊരു ഡിലേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ കോപ്പി ചെയ്യുന്ന കോപ്പി ചെയ്ത് ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു മുട്ടക്കറി ഒന്നെന്ന് പറയുന്ന കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. മുട്ടക്കറിയിൽ ശരാശരി ഒരു മുട്ടയെ കുറിച്ച് മസാല എന്തായാലും തുടങ്ങിയവയൊക്കെ ആണെങ്കിൽ ആ മുട്ടക്കറി കൊണ്ട് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ എന്താണോ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് അത് ഒന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. പിന്നീട് അല്ലെങ്കിൽ ഇത് കൊണ്ട് കോപ്പി ചെയ്ത് ട്രാൻസ്ലേറ്റ് ഗൂഗിൾ കൊണ്ടുപോയിട്ട് എങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പൊ അതിന്റെ സ്റ്റോക്ക് കൊടുത്തു അതിന്റെ എന്റെ ബ്രാൻഡ് നെയിം നമ്മൾ ലോക്കൽ ബ്രാൻഡില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കിച്ചൺ സ്പെഷ്യൽ നമ്മുടെ കമ്പനിയുടെ പേര്. പിന്നെ അതിന്റെ പ്ലേറ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്ലേറ്റിനാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ റൗണ്ട് ചെയ്യുമ്പോഴേക്കും അത് വെയിറ്റ് ചെയ്യുക, ക്ലോസ് ചെയ്ത് അപ്ലോഡിങ് ഇമേജ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാരണത്തിൽ അത് ക്ലോസ് ചെയ്യരുത്. അതുകൂടാതെ വെയിറ്റ് ചെയ്യുക. അപ്പം കുറച്ച് നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ ഇമേജ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇന്റർനെറ്റ് സ്പീഡ് കുറവാണ്, അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിനി അപ്ഡേറ്റ് പ്രൊഡക്റ്റിലേക്ക് പോവാം. അതായത് ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ എവിടെയെങ്കിലും എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് അപ്ഡേറ്റ് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ 40 തന്നെയാണ് ക്ലിക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രൈസ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ എഡിറ്റ് ചെയ്ത് ന്യൂ പ്രൈസ് ആണല്ലോ, നമുക്ക് 55 ക്ലിക്ക് ചെയ്തിട്ട് അതിനുശേഷം അപ്ഡേറ്റ് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പ്രൊഡക്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു മെസ്സേജ് അവിടെ വരും. പക്ഷേ എങ്കിലും നമ്മൾ റിഫ്രഷ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് എൻഡ് കംപ്ലീറ്റ് ആയിട്ട് റിഫ്രഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് അപ്ഡേറ്റ് പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പം ബാക്ക് എൻഡ് നമ്മൾ ലോഡ് വരുത് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അപ്ഡേറ്റ് പ്രൊഡക്ട്സിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ 55 ആക്കിയിട്ടില്ലേ, 55 ആവും. കാരണം അവിടെ നമ്മൾ എഡിറ്റ് ചെയ്താലും ശരി തന്നെ അപ്ഡേറ്റ് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുകയും വീണ്ടും നമ്മൾ റിഫ്രഷ് ചെയ്യുകയും ചെയ്യണം. പക്ഷേ ഇപ്പം റിഫ്രഷ് ചെയ്ത് നമ്മൾ ഒരു പ്രാവശ്യം പ്രൊഡക്റ്റ് അപ്ഡേറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല. അല്ല സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ഉണ്ടോ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും അതിൻ്റെ ടാഗ്സോ സഹിതമായിട്ട് നമ്മളെല്ലാം കൊടുത്തിരിക്കണം. ഇപ്പോൾ തൽക്കാലത്തേക്ക് എക്സലിലേക്ക് അപ്ഡേറ്റ് ചെയ്തത് നമ്മൾ പിന്നെ പ്രൈസും ഓൾഡ് പാസ് പ്രൈസും ന്യൂ പ്രൈസും മാത്രമായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. കാരണം എക്സലിൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ പ്രൈസ് ചിലപ്പം ചേഞ്ച് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈസ് മാത്രം നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അപ്ഡേറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ എഡിറ്റും അപ്ഡേറ്റ് പ്രൊഡക്റ്റും കൊടുത്തിരിക്കുന്നത്. എഡിറ്റ് സീനിലല്ലോ നമ്മുടെ അതും കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് സെലക്ട് ആൻഡ് ആഡ് പ്രൊഡക്റ്റ് ഫ്രം യുവർ മെയിൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നുണ്ട്. അതായത് സെലക്ട് ആൻഡ് ആഡ് പ്രൊഡക്ട്സ് ഫ്രം മെയിൻ
പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അത് ഒരുപാട് പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ ഒരുപാട് പേര് ആഡ് ചെയ്തിട്ടുണ്ടാകും. ആ പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് നമ്മളുടെ ഇതിലേക്കും, അതായത് നമ്മളുടെ മറ്റുള്ളവർ ആഡ് ചെയ്ത പ്രൊഡക്റ്റുകളും ഇമേജുകളും നമ്മൾ വീണ്ടും ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. അത് കാരണത്താൽ ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഈ മെയിൻ പ്രൊഡക്ട്സിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ ഇപ്പം ഓരോരുത്തർ ആഡ് ചെയ്യുന്നതെല്ലാം മെയിൻ പ്രൊഡക്ട്സിൽ പോയി കിടക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതനുസരിച്ചിട്ട് നമുക്കിത് ആഡ് ചെയ്തിടാം. കാരണം അവരുടെ ഡിസ്ക്രിപ്ഷനും എല്ലാം ഏകദേശം കറക്റ്റ് തന്നെയായിരിക്കും. നമ്മുടെ പ്രൈസ് മാത്രം ചേഞ്ച് ചെയ്താൽ മാത്രം മതിയാവും. ഇപ്പോൾ കാണുന്നില്ല എങ്കിൽ നമുക്ക് അങ്ങനെ ആറ് പ്രൊഡക്റ്റിന് ശേഷം നമുക്ക് കാണുന്നില്ല. ഇപ്പം നമ്മൾ സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ചീസ് എന്ന് പറഞ്ഞിട്ടും സെർച്ച് ചെയ്യുന്നില്ല. കാരണം ചീസ് ബർഗർ പാസ്ത എന്ന് പറയുന്നതാണ് നമ്മൾ ആഡ് ചെയ്തത്. പക്ഷെ അത് കാണുന്നില്ലാത്ത എന്തുകൊണ്ടാണ് നമ്മളൊന്ന് റീഫ്രഷ് ചെയ്താൽ മതി. കാരണം ഫസ്റ്റ് റിഫ്രഷ് ചെയ്യുന്ന വെച്ചാൽ backend.shivasbazaar.com റീഫ്രഷ് ചെയ്യുക. അങ്ങനെ റീഫ്രഷ് ചെയ്താൽ നമ്മളുടെ വീണ്ടും അപ്ഡേറ്റ് പ്രൊഡക്ട്സ് അപ്ലോഡ് എന്ന് പറയുന്ന വീണ്ടും നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യുകയാണ്. എൻ്റെ ഇൻ്റർനെറ്റിൽ ഏകദേശം സ്ലോ ആയതുകൊണ്ട് റിഫ്രഷ് കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വളരെ ബോറിംഗ് ആയിരിക്കുന്നതായിരിക്കും. എന്തായാലും വലിയ ടീച്ചിങ് സ്കില്ലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതുണ്ടോ ഉടനെയാണ് നമ്മൾ അതിൻ്റെ സ്റ്റോക്ക് 0 അല്ലേ. നമുക്കിപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ 5 സ്റ്റോക്കാക്കി കൊടുത്തു. 5 സ്റ്റോക്ക് കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുത്തു. അത് ആൾറെഡി അപ്ഡേറ്റ് ആയി. വീണ്ടും എപ്പോഴും റീഫ്രഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം ആൾറെഡി ഒരു പ്രാവശ്യം അപ്ഡേറ്റ് ആയെങ്കിലും നമുക്കത് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് ഡിസ്പ്ലേ വരുന്നില്ലെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേ കുറച്ച് താമസിക്കും വരാനായിട്ട്. അതുകൊണ്ട് റിഫ്രഷ് ചെയ്യണമെന്നില്ല. എപ്പോഴും നമ്മൾ റിഫ്രഷ് ചെയ്ത് നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമുക്ക് പിന്നെ അടുത്ത കാര്യത്തിലേക്ക് പോവാം. പിന്നെ വീണ്ടും ഒന്നുകൂടെ നമ്മളൊന്ന് അവസാനം എല്ലാം കൂടി ഒരുമിച്ച് നമ്മുടെ പേജെല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പേജിൽ നിന്ന് റിഫ്രഷ് ചെയ്തിട്ട് റീവെരിഫൈ ചെയ്താൽ മാത്രം മതിയാവുന്നതാണ്. നമുക്കിത് പ്രോഡക്റ്റ് റിമൂവ് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ സപ്പോസ് നമ്മൾ പ്രൊഡക്റ്റ് റിമൂവ് കഴിഞ്ഞാൽ വീണ്ടും അത് കാണും. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പ്രൊഡക്റ്റ് റിമൂവ് ആയി. നമ്മളിപ്പോൾ നേരത്തെ മെയിൻ പ്രൊഡക്റ്റിൽ നിന്ന് ആഡ് ചെയ്ത ചീസ് ബർഗർ പാസ്തയാണ് നമ്മൾ റിമൂവ് ചെയ്തത്. പക്ഷേ വീണ്ടും കാണും. പക്ഷേ നമുക്കത് ചേഞ്ച് ചെയ്യാനും പറ്റില്ല. കാരണം പ്രൊഡക്റ്റ് ആൾറെഡി റിമൂവ്ഡ് ആണ്. അത് അപ്ഡേറ്റ് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്ഡേറ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഇപ്പോൾ പ്രൊഡക്റ്റ് ഓൾറെഡി റിമൂവ്ഡ് ആയി. കുറച്ച് ടൈം എടുക്കും. ആ ടൈം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് റിമൂവ് ആയിക്കോളും. ഇനിയിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആ പ്രൊഡക്റ്റ് ഇത് യുവർ സ്റ്റോക്ക് ഫ്രം മെയിൻ പ്രൊഡക്ട്സ്. അതായത് മെയിൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അതുകൊണ്ട് താഴെ പേജ് 1-34 ഉണ്ട് ഇതിനകത്ത് കിടക്കുന്നത്. അതിൻ്റെ കാറ്റഗറി പുതിയ കാറ്റഗറിയിൽ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ കാറ്റഗറി ഏത് കാറ്റഗറിയിലാണ് നമ്മൾ കൊടുക്കണം. പ്രൊഡക്റ്റ് കാറ്റഗറി ഉണ്ടല്ലോ, അത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിവിടെ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ആ പ്രൊഡക്റ്റ് കാറ്റഗറിയിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പോകുള്ളൂ. അല്ലാതെ വേറെ പ്രൊഡക്റ്റ് കാറ്റഗറി നമ്മൾ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് അവർ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കാറ്റഗറി വേറെ ആയിരിക്കും പല റെസ്റ്റോറൻറ്റുകളും. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോട്ട് ഫുഡിലേക്കായിരിക്കും നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അതിന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ സ്നാക്സിലേക്കായിരിക്കും, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിഗ് റെസ്റ്റോറൻ്റ് ആയിരിക്കും. വേറെ സൂപ്പർ മാർക്കറ്റുകൾ ചിലപ്പോൾ ചീസ് ബർഗർ പാസ്ത വെക്കുന്നവരുണ്ടാവും. നമുക്ക് ആ ഇമേജെല്ലാം നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. അതിനാണ് ആഡ് പ്രൊഡക്റ്റ് ഫ്രം മെയിൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോറിലേക്ക് നമുക്ക് മെയിൻ പ്രൊഡക്ട്സിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ആർക്കും, കാരണം നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് മുഴുവൻ അടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു 100 കടക്കാരുണ്ടെങ്കിൽ ഒരു 10 പേര് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ആ 10 പേരുടെ 10 പ്രൊഡക്റ്റ് ബാക്കി 99 പേർക്ക് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. 99 പേർക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് ആൾറെഡി റിമൂവ്ഡ് ആണ്. നമ്മൾ നേരത്തെ പ്രോഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നോ അപ്ഡേറ്റ്സ് അപ്ലൈ എന്ന് പറയുന്നത്. കാരണം ആൾറെഡി റിമൂവ്ഡ് ആണ്. നമ്മൾ നേരത്തെ പ്രൊഡക്റ്റ് റിമൂവ് പ്രൊഡക്റ്റ് കൊടുത്തതുകൊണ്ട്. പക്ഷേ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ റിമൂവ് പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കാണാനില്ല. പിന്നെ അപ്ഡേറ്റ് പ്രൊഡക്റ്റ് ചുമ്മാ ക്ലിക്ക് ചെയ്താലും പറ്റില്ല. കാരണം നമ്മൾ എഡിറ്റ് ചെയ്താൽ ഈ ഒന്നുകിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ വാസ്റ്റ് പ്രൈസ് എപ്പോഴും സ്ഥിരമായിട്ടിരിക്കുമല്ലോ. പിന്നെ നോ പ്രൈസാണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും വാസ്റ്റ് പ്രൈസ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ എനിക്ക് ഇട്ടാൽ മതി. ബാക്കി ഞാൻ വാസ്റ്റ് പ്രൈസ് ഞാൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്റ്റോക്ക് റിപ്പോർട്ട് എന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ അത് ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ബാനർ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പിൽ നമുക്ക് ഒരു ബാനറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബാനറിൻ്റെ നെയിം ആഡ് ചെയ്യാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടാപ്പ് ടു ക്ലിക്ക് ഓർ അപ്ലോഡ് ബാനർ എന്ന് പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ മെയിലിൽ കാണിക്കുന്ന അതിൻ്റെ സാമ്പിൾ ആയിട്ടുള്ള അതിൻ്റെ സൈസാണ്. അതേ രീതിയിലായിരിക്കണം. അതിൻ്റെ ഇമേജാണ്, സാമ്പിൾ ഇമേജ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അതേ രീതിയിലായിരിക്കണം നിങ്ങൾക്ക് ഇമേജ് സെലക്ട് ചെയ്യേണ്ടത്. ഇമേജ് നിങ്ങൾക്ക് നെറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാറ്റ് GPT വഴിയോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാനർ ഞാൻ ഡിസൈൻ, ഞാനൊരു ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് ബാനർ
ഞാൻ ഡിസൈൻ ചെയ്ത് തരാവുന്നതാണ്. അതിന് ഒരു ചെറിയൊരു പേയ്മെൻറ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ബാനർ ഡിസൈൻ ചെയ്യുന്നതിന് മാത്രം. എൻ്റെ അതൊരു സ്പെഷ്യൽ വർക്കല്ലേ. അതായത് നിങ്ങൾക്ക് ഇത് ബാനർ ഡിസൈൻ എന്നത് അതൊരു സെപ്പറേറ്റ് ഗ്രാഫിക് ഡിസൈനിങ് വർക്കാണ്. അപ്പോൾ അതിന് എൻ്റെതായ ഒരു പേയ്മെൻ്റ് ഉണ്ട്. അല്ലാതെ ഇതിന് വേറെ രജിസ്ട്രേഷനോ മറ്റോ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിനോ യാതൊരു തരത്തിലുള്ള ബാനർ അപ്ലോഡ് ചെയ്യാനൊന്നും പേയ്മെൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ സാമ്പിളായിട്ട് ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഡിലേ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് ഇമേജ് ചെക്ക് ചെയ്ത് റീസൈസ് ചെയ്യുന്നതിനുള്ള നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടുള്ള ടൈം വരുന്നത്. കാരണം പ്ലീസ് എൻ്റർ ദ ബാനർ നെയിം നമ്മൾ കൊടുത്തില്ലേ, നമ്മൾ ബാനർ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും ആ ബാനർ. നമ്മുടെ യുവർ ബാനർ, പിന്നെ ഓൾ ബാനേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ ആഡ് ചെയ്യുന്ന ബാനർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. മറ്റുള്ളവർ നമുക്ക് ആഡ് ചെയ്ത ബാൻഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ മറ്റുള്ളവർ ആഡ് ചെയ്ത ബാൻഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. കാരണം നമുക്കതൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ളവർ ആഡ് ചെയ്ത ബാൻഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ആഡ് ചെയ്ത ബാൻഡ് ആണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ആഡ് ചെയ്തൊരു ബാൻഡ് നമുക്ക് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. മാത്രമല്ല ആര് ആഡ് ചെയ്തെന്നാണുള്ള ഏത് കമ്പനിക്കാരാണ്, അതായത് ഏത് റെസ്റ്റോറൻറ്റുകാരാണ് ആഡ് ചെയ്തെന്നുള്ളത് അവിടെ ഡീറ്റെയിൽസ് കാണുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ബാനർ കണ്ട നമ്മളുടെ ലോഗോയാണ്, നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ആ ലോഗോയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെലക്ട് പ്രൊഡക്റ്റ് വിത്ത് പ്രൊമോഷൻ, അതായത് ഈ ബാനർ ഉണ്ടെങ്കിൽ ആ ബാനർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പ്രൊഡക്റ്റാണ് ആഡ് ചെയ്യുന്നത്, അതായത് നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ആരെങ്കിലും കസ്റ്റമർ നമ്മൾ ബാനർ ക്ലിക്ക് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആ ഒരു പ്രത്യേക പ്രൊമോഷനിലേക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് 3 ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മളുടെ പ്രവീൺ ബുഷ്കിൻ ശിവാസ് സാർ എന്ന് പറയുന്നത് ബാനർ ഈസ് നോട്ട് അപ്രൂവ്ഡ്, പ്ലീസ് ക്ലിക്ക് അപ്രൂവ് മൈ ബാനർ. അതായത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു മെസ്സേജ് വരും. കാരണം അതിന് മെയിൻ ഒരു ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ കണ്ടിരുന്നല്ലോ, അതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ യൂസർ ഐ ഡിയും അതിൻ്റെ മൊബൈൽ ബാനർ ഹെഡിങ് എന്ന് പറയുന്ന മൊബൈൽ ഫോൺസ് എന്നാണ്. കാരണം പഴയ ബാനർ ആയതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. നിങ്ങളുടെ വേറെ ഏതെങ്കിലും കണ്ട യുവർ ബാനർ ഈസ് നോട്ട് അപ്രൂവ്ഡ്, പ്ലീസ് ക്ലിക്ക് ഇൻ ദ ടോപ്പ് സൈഡിൽ അതിൻ്റെ പ്രവീൺ ബുഷ്കിൻ കൺട്രോൾ V2 കണ്ടക്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ വീണ്ടും ഓപ്പൺ ആവും. അതിനുശേഷം നമുക്കിപ്പം ഇതിൻ്റെ അപ്ഡേറ്റ് പ്രൊഡക്റ്റിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് പ്രൊഡക്റ്റിൽ നമ്മളിവിടെ അപ്ഡേറ്റ് പ്രൊഡക്റ്റ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഡക്റ്റിൻ്റെ അപ്ഡേറ്റ് നെയിം ചേഞ്ച് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ നമുക്കിപ്പോൾ അതിൻ്റെ 1 കിലോ എന്നിട്ടുള്ള സ്പേസ് നിന്ന് ഞാനിട്ട് അങ്ങനെ. പക്ഷേ ഇമേജ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇമേജ് നമ്മൾ ചിലപ്പോൾ നമ്മൾ പഴയ ആൾക്കാരുടെ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇമേജ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പിന്നീട് ഇപ്പം നമ്മൾ അതിൻ്റെ പ്രൈസ് നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസ് 100 രൂപയ്ക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടാഗ്സ് നമുക്ക് മാറ്റാവുന്നതാണ്. ചുമ്മാ നമുക്ക് തൽക്കാലത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സെലക്ട് കാറ്റഗറി നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അതിൻ്റെ സ്റ്റോക്ക് 20 എന്നാക്കിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി 1 കിലോ. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാം. നമ്മൾ ഡെലിവറി ചാർജസ് 0 നമ്മൾ കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ പൈസ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ലോക്കൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അപ്ഡേറ്റ് ബ്രാൻഡ് നെയിമാണ്. നമ്മളുടെ ഈ ചിക്കൻ ബിരിയാണിക്ക് എന്ത് ബ്രാൻഡ്, ഇപ്പോൾ നമ്മളുടെ സ്വന്തം ബിരിയാണി, അതുകൊണ്ട് ചിക്കൻ സ്പെഷ്യൽ ബിരിയാണി, ദാറ്റ്സ് ഇറ്റ്. ചിക്കൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കൊടുക്കുക, അല്ല കിച്ചൺ സ്പെഷ്യൽസ്. അപ്പോൾ അപ്ഡേറ്റ് ആട്രിബ്യൂട്ട് നമ്മൾ ബിരിയാണി പ്ലേറ്റിലായിരിക്കുമല്ലോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പാഴ്സൽ 1 പീസ് 1 പാക്കറ്റ് എന്ന് വല്ലതും നമുക്ക് കൊടുക്കാം. അപ്പോൾ ആഡ് എന്ന് കൊടുത്ത് പ്ലേറ്റ് പാക്കറ്റ് എന്ന് കൊടുത്ത് പിന്നെ നമ്മൾ അപ്ഡേറ്റ് താഴെ ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അപ്ഡേറ്റ് ബട്ടണിൻ്റെ ഞാനത് കളർ ചേഞ്ച് ചെയ്യണം, ഞാനത് കളർ ചേഞ്ച് ചെയ്തോളാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിപ്പം അപ്ഡേറ്റ് മെയിൻ പ്രൊഡക്ട്സിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ പ്രീവിയസ് നെക്സ്റ്റ് നമുക്ക് പ്രീവിയസ് ആ ഒരു ടാബിലൂടെ നമുക്ക് ഇഷ്ടംപോലെ, അതായത് 344 പ്രൊഡക്റ്റ് ഇപ്പോൾ ആൾറെഡി മെയിൻ പ്രൊഡക്ട്സ് ആൾറെഡി ഉണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഇപ്പോൾ 3ാമത്തെ പേരെങ്ങാണ് നിൽക്കുന്നത്, ഗോ ടു ഫസ്റ്റ് പേര് 2ാമത്തെ പേരാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് പേര് പോയിട്ട് നമുക്ക് ചിക്കൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കീബോർഡ് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുന്നത് അതെല്ലാം വരും. കാരണം അതേ രീതിയിൽ ഇപ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചിക്കൻ കറി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആൾറെഡി ആഡ് ചെയ്തു. പിന്നെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വരുള്ളൂ. ഇപ്പോൾ തൽക്കാലത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് എല്ലാ പ്രൊഡക്റ്റ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രൊഡക്റ്റ് ഒന്നിലധികം പ്രൊഡക്റ്റുകൾ നമുക്ക് ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടൊക്കെ നമുക്ക് അത് പ്രൊഡക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ റിമൂവ് പ്രൊഡക്ട്സ് ഡ്യൂപ്ലിക്കേറ്റ്, അതായത് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ്, അത് നമ്മൾ ഒന്നിലധികം പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് കൊടുത്തത്. പിന്നെ റിമൂവ് പ്രൊഡക്ട്സ് നമുക്ക് ഇവിടെ ക്ലിക്ക്
ചെയ്തിട്ട് റിമൂവ് പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്ത് റിമൂവ് പ്രൊഡക്റ്റ് ക്ലിക്ക് ആവും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ എഡിറ്റ് ബട്ടണിൽ അപ്ഡേറ്റ് പ്രൊഡക്ട്സിൻ്റെ അകത്ത് എഡിറ്റ് ബട്ടൺ കണ്ടോ, അതിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെ എഡിറ്റ് ബട്ടൺ. അപ്പോൾ നമുക്ക് അതിൻ്റെ 10, 20 എന്നൊക്കെ ഇറങ്ങുന്ന വാസ് പ്രൈസും സ്റ്റോക്കും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റോക്ക് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നീട് ഞാൻ കുറേയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിലും ഒരുപാട് പ്രോഗ്രാമുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ എൻ്റയർ ആയിട്ടുള്ള എല്ലാ ഷോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങളുടെ സപ്പോർട്ട് വേണം. കംപ്ലീറ്റ് തികച്ചും ഫ്രീ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യും, നിങ്ങൾ പ്രോഡക്റ്റ് നിങ്ങൾ പബ്ലിഷ് ചെയ്യും, മൊബൈൽ ആപ്പിലൂടെ പബ്ലിഷ് ചെയ്യും, അപ്രൂവൽ എല്ലാം വാങ്ങി പബ്ലിഷ് ചെയ്യുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ ഓരോന്നും ഫ്ലെയറൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. ഫ്ലെയർ അപ്ലോഡ് ചെയ്യുന്നതിനും ബാൻഡ് അപ്ലോഡ് ചെയ്യുന്നതിനൊക്കെ ഉള്ള ട്യൂട്ടോറിയൽ. ഇപ്പം നിങ്ങൾക്ക് വേറൊരാളുടെ ബാനർ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിങ്ങളുടെ സ്വന്തം ബാനറാണ്. കാരണം നിങ്ങൾ നേരത്തെ ചെയ്തിരിക്കുന്ന ബാനർ സ്വന്തം ബാനറല്ലേ, അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടോ, അത് ഡിലീറ്റ് ചെയ്യാം. കാരണം നിങ്ങളുടെ ബാനറാണ്. നമുക്കവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ആയിക്കോളും. എന്നിട്ട് ആകുമ്പോൾ ഒരു മെസ്സേജ് വരും. കണ്ടോ, ഉടനെ തന്നെ റിഫ്രഷ് ദ പേജ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. അല്ലെങ്കിൽ ആ ബാനേഴ്സ് യുവർ ബാനർ കണ്ടോ, യുവർ ബാനർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാനർ പോയി. അതായത് മറ്റേ അതില്ല, മറ്റുള്ളവരുടെ ബാനർ മാത്രമേ ഉള്ളൂ. അപ്പം ഏത് ബാനർ വേണം നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ തൽക്കാലത്തേക്ക് 2 ബാനർ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഈ ബാനർ നിങ്ങൾക്ക് മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാനത് എന്നെ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ pushkinpraveen@gmail.com മെയിൽ ചെയ്യുകയോ, അല്ലെങ്കിൽ മെയിൽ ചെയ്താൽ ചിലപ്പോൾ അത് കാണത്തില്ല, വാട്സാപ്പിലൂടെ കോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും വാട്സാപ്പിലൂടെ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. 8891542847 എന്ന് പറയുന്ന നമ്പറാണ് എൻ്റെ ഫോൺ നമ്പർ. ജസ്റ്റ് കോൾ എപ്പോഴെങ്കിലും നമ്മൾ കോൾ ചെയ്യുക. പിന്നെ അത് കൂടാതെ നമുക്ക് ഒരു ചെറിയൊരു പേയ്മെൻറ്റ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ അത് ഗ്രാഫിക് ഡിസൈനും കൂടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഗ്രാഫിക് ഡിസൈൻ ചെയ്താണല്ലോ ബാനർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പ്രൊമോഷനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ സമയം എടുക്കുമല്ലോ. അങ്ങനെയൊക്കെ ഒരു 3/4 മണിക്കൂറൊക്കെ ഒരു ബാനറിലൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബാനർ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പോലെ തോന്നും. പക്ഷേ അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ലോ അനുസരിച്ച് ഇപ്പോൾ നോ ഇമേജ് സെലക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാനർ ഇപ്പോൾ ടാപ്പ് ഓർ ക്ലിക്ക് ഫോർ അപ്ലോഡ് മെയിൻ ബാനർ എന്നാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാനർ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം അടുത്ത അപ്ലോഡ് ഫ്ലെയർ തീംസിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഉണ്ടോ, ഫ്ലെയറിൻ്റെ തീമാണിത്. ഫ്ലെയർ തീമും ഇതുപോലെ തന്നെ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വയ്യ, അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വയ്യെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാഫിക് ഡിസൈനർ കൊണ്ട് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അത് ഒരു ചെറിയൊരു പേയ്മെൻറ്റ് മാത്രം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അതും കൂടി അതേപോലുള്ള സപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് ഡിസൈൻ ചെയ്തും മറ്റ് പേയ്മെൻറ്റും മറ്റെല്ലാം കൂടി കിട്ടിയതിന് ശേഷം നമുക്ക് ഈ പ്രോഗ്രാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ബിസിനസ് കൂടി കുറച്ചുകൂടി സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഡിസൈൻ മറ്റ് വർക്കുകളൊക്കെ തന്നിട്ട് എന്തായാലും ഞാൻ ജോലി ചെയ്യുന്നതിനുള്ള എമൗണ്ട് വരുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. പിന്നെ ഇതിൻ്റെ അപ്ലോഡ് ഇപ്പം ഫ്ലെയർ തീംസ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസും എല്ലാ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും കൂടി ചെയ്യാം. പക്ഷേ നിങ്ങളത് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അടുത്തത് പിന്നെ അപ്പോൾ പോസ്റ്റ് തീംസ്. കാരണം പോസ്റ്റ് വെർട്ടിക്കലായിട്ട് ഡിസൈൻ ചെയ്തതിന് ശേഷം കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തതാണ്. അത് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് പിന്നെ വിൻഡോസിൽ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് റൊട്ടേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് റൊട്ടേറ്റ് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞ് വെർട്ടിക്കലി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റ് ആയിരിക്കും. എന്നിട്ട് ഹെഡ് ലെഫ്റ്റ് സൈഡിൽ വരത്തക്ക രീതിയിൽ, അതായത് ഇത് ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന ഹെഡല്ലേ, അത് ലെഫ്റ്റ് സൈഡിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യുക. അത് കൗണ്ടർ ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ ഒരു 3 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൗണ്ടർ ക്ലോക്ക് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഫസ്റ്റ് ആൾറെഡി ഫസ്റ്റ് പ്ലീസ് അപ്ലോഡ് ഫ്ലെയർ പോസ്റ്റ്, അതായത് നമ്മൾ പോസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വീഡിയോയും ഫ്ലെയറും നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് എവിടെ വെച്ചിട്ടാണ് മേക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ തൽക്കാലം നമുക്ക് ഫ്ലെയർ മേക്ക് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ആപ്പ് വഴി മാത്രമേ മേക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇവിടെ ഇതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫ്ലെയർ തീംസും പോസ്റ്റ് തീംസും നമ്മൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഫ്ലെയർ തീംസ് യൂസ് ചെയ്ത്, നമ്മളുടെ അല്ലാത്ത വേറെ ആരുടെയെങ്കിലും ഫ്ലെയർ തീംസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സുഖമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ ഇത് എഡിറ്റ് പ്രൊഫൈലാണ്. എഡിറ്റ് പ്രൊഫൈലിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഇമേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി വെണ്ടർ കാറ്റഗറി തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട സൂപ്പർ മാർക്കറ്റാണ്, നിങ്ങൾ അറിയാം റെസ്റ്റോറൻറ്റ് ക്ലിക്ക് ചെയ്ത് അപ്പോൾ റെസ്റ്റോറൻറ്റ് നമുക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം എല്ലാം
റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊഡക്റ്റ് കാറ്റഗറിയിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും ഏതൊക്കെയാണോ അത് ആ പ്രൊഡക്റ്റുകൾ എല്ലാം പ്രൊഡക്റ്റ് കാറ്റഗറി ചേഞ്ച് ചെയ്യേണ്ടതാണ്. അങ്ങനെ പ്രൊഡക്റ്റ് അതായത് അപ്ഡേറ്റ് പ്രൊഡക്റ്റിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് പ്രൊഡക്റ്റിലൂടെ നിർബന്ധമായും ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് പ്രൊഡക്റ്റ് കാറ്റഗറി ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ മൊബൈൽ ആപ്പിൽ ഡിസ്പ്ലേ ആവത്തില്ല. നിങ്ങൾ പ്രൊഡക്റ്റ് എത്ര ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരി തന്നെ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ബിസിനസ് കാറ്റഗറി, അതായത് ബിസിനസ് കാറ്റഗറി റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ആ റെസ്റ്റോറൻറ്റ് ചേഞ്ച് ചെയ്ത് വേറെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവരുടെ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തത് നമുക്ക് എക്സൽ ഷീറ്റിലെ കൂടെ നമുക്ക് ഇമേജസും എല്ലാം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. പെട്ടെന്ന് തന്നെ അല്ല, ആദ്യം നമ്മൾ കുറച്ച് ഡേറ്റ എൻട്രി ചെയ്യേണ്ടതുണ്ട് എക്സൽ ഷീറ്റ് വഴി. ഇനി അടുത്തത് നമുക്ക് എക്സൽ ഷീറ്റിലേക്ക് പോകാം. എങ്ങനെയാണ് എക്സൽ? സെലക്ട് ദ എക്സൽ ഫയൽ ആൻഡ് ഇമേജ് ഫയൽസ് കണ്ടെയ്ൻഡ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്. അതായത് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും മറ്റ് ഡീറ്റെയിൽസും ഉള്ള എക്സൽ ഫയലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്ലീസ് മേക്ക് ഷുവർ ദ ഇമേജ് ഫയൽസ് നെയിം ആസ് പെർ ദ ബാർകോഡ് നെയിം. അതായത് ബാർകോഡ് നെയിമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇമേജ് ഫയൽ തന്നെയായിരിക്കണം നമുക്ക് നിർബന്ധമായിട്ടും ആ എക്സൽ ഷീറ്റിൽ ഉണ്ടാവേണ്ടത്. അതായത് ബാർകോഡ് നെയിമും ഉള്ള എക്സലിലുള്ള ബാർകോഡ് നെയിമും തന്നെയായിരിക്കണം ഇമേജിൻ്റെ നെയിം എന്ന് പറയുന്നത്. പിന്നെ ആൻഡ് മേക്ക് ഷുവർ ദ ഇമേജ് ഫയൽസ് ആർ PNG ഫയൽസ്. PNG ഫയൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ, അതായത് JPG ഫയൽ ആകുമ്പോൾ നമുക്ക് ഫ്ലെയറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിട്ട് ഫ്ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ PNG ഫയൽ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അത്ര കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. സാധാരണ മറ്റ് കളർഫുള്ളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഇൻ ദ ഫോൾഡർ ഓൺലി വൺ എക്സൽ ഫയൽ ആൻഡ് PNG ഫയൽ. അതായത് ഒരു പ്രാവശ്യം നമ്മൾ എക്സൽ ഷീറ്റ് വഴി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഷീറ്റിൽ നമ്മളൊരു എക്സൽ ഫയലും പിന്നെ അതിനകത്തുള്ള കണ്ടൻറ്റുള്ള എത്രയാണോ അത്ര ഇമേജ് ഫയൽസ്, അതായത് ഡീറ്റെയിൽസ് 10 പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ 10 ഇമേജ് ഫയലായിരിക്കണം. 100 പ്രൊഡക്റ്റ് ആണെങ്കിൽ 100 ഇമേജ് ആയിരിക്കണം. അതിപ്പോൾ നമ്മൾ ഓരോ ഫോൾഡറിലും നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ട്യൂട്ടോറിയൽ നോക്കാവുന്നതാണ്. ഈ ട്യൂട്ടോറിയൽ തന്നെയാണ്, അല്ലാതെ പറഞ്ഞില്ല. അതിനകത്ത് ഇപ്പം നമ്മളിപ്പം PNG ഫയൽ നമ്മളോടൊപ്പം ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു PNG ഫയൽ ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നമുക്കിപ്പം ഒരു റൈസ്, അതായത് നമ്മുടെ റോ റൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ഗൂഗിൾ പോയി സെർച്ച് ചെയ്യുന്നു. പക്ഷേ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമേജാണ് സെർച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ റൈസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇമേജാണ് സെർച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇമേജ് സെർച്ച് ചെയ്ത് റൈസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇമേജ് സെർച്ച് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് നമ്മൾ അത് എടുത്തു കഴിഞ്ഞു ഓൾറെഡി. ഇനി ഇമേജ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് എഡിറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാം. നമ്മുടെ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇത്രയും സ്പേസ് ഇല്ല, അത് എഡ്ജ് ടു എഡ്ജ് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും വേണ്ട. കാരണം 4 മൂലം കറക്റ്റായിട്ട് രീതിയിൽ നമ്മൾ കൊടുക്കണം. ആ കൊടുത്തതിന് ശേഷം നമ്മൾ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി സക്സസ്ഫുൾ എന്ന് പറയുന്ന മെസ്സേജ് വന്നു. അതിനുശേഷം നമ്മൾ ഗൂഗിളിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന remove-bg.ai അതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിമൂവ് അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്നത് ഏതാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ തൽക്കാലം ഇതിങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്യാനാണ്, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഫ്രം ദ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ അതിങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഇതല്ലെങ്കിൽ അതുകൊണ്ട് Ctrl+V പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഇച്ചിരി ഇൻ്റർനെറ്റിന് ഇച്ചിരി കൂടുതൽ സ്പീഡ് വേണമെന്നുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതിലേക്ക് കൊടുക്കും. കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും ചിലപ്പോൾ നമുക്ക് ക്ലിയറായി കിട്ടിയ ആൾറെഡി. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. അല്ലാതെ മറ്റേത് എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം. അതുകൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇത്. അതുകൊണ്ട് ഉടനെ തന്നെ നമുക്കതിൻ്റെ ഒരു PNG ഇമേജ് വന്നു. ഇതിനകത്ത് നമുക്ക് ടുഡേയ്സ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ, അതായത് നമ്മളെന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എക്സൽ ഫയലും അതിൻ്റെ ഡീറ്റെയിൽസും എത്ര പ്രൊഡക്റ്റ് ഉണ്ടോ അതെല്ലാം ഒരു ഫോൾഡറിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനെടുത്ത് അതിനകത്തോട്ട് ഉണ്ടോ. എന്നിട്ട് അതിൻ്റെ ഇപ്പം ഫയൽ നെയിം വേറെയാണ്, ആ ഫയൽ നെയിം നമ്മൾ പിന്നീട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്. അതല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ ഫയൽ നെയിം ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. അപ്പം നമുക്ക് തൽക്കാലം നോക്കാം അതിൻ്റെ റിമൂവ് അടുത്തൊരു ഫയൽസ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഇതിപ്പോൾ 2 ഐറ്റംസ് നമുക്ക് റൈസ് മീൽ നമുക്ക് എടുക്കാവുന്നതാണ്. റൈസ് മീൽ എടുത്താൽ അല്ലെങ്കിൽ എഗ് ഫ്രൈഡ് റൈസ് എടുക്കാം നമുക്ക്. ഇപ്പോൾ ചിലപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് നമുക്കുണ്ടാവും. എഗ് ഫ്രൈഡ് റൈസ് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുത്ത്, ഇപ്പോൾ അത് വേണ്ട, ഇതൊരു എന്തോ സംഭവമാണ്. തൽക്കാലം എക്സ്പയറി ഡേറ്റ്സ് എടുക്കാം. കണ്ടോ, ഈ എക്സ്പയറി ഡേറ്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് റൈറ്റും ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് കോപ്പി ഇമേജ് എടുത്തിട്ട് കൊണ്ടുപോയാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് നമുക്ക് മോർ ടൂൾസ് എടുത്തിട്ട് എഡിറ്റ് ഇമേജ് എടുക്കുക.
കാരണം ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതുണ്ടോ, ഇതെടുത്ത് നമുക്ക് അതിൻ്റെ എഡ്ജ് ക്ലിയർ ചെയ്യുക, എഡ്ജ് കറക്റ്റാക്കുക. എന്നിട്ട് സേവ് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്കത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതായത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നത്. അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി അതിന് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ പ്രിവ്യൂ, നമ്മളിപ്പം ഇതിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനുള്ള ഒരു സൈറ്റാണ് നമ്മൾ ചെക്ക് ചെയ്തത്. വേറെ സൈറ്റുകൾ പലതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ അടുത്തത് നമുക്ക് റൈസ് മീലെന്ന് നമുക്കൊന്ന് കൊടുക്കാം. റൈസ് മീലെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? റൈസ് മീലില്ല, കേരള റൈസ് മീലെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കേരള റൈസ് മീൽ എന്ന് പറയുമ്പോൾ പലതും ഇമേജൊക്കെ വരും. അപ്പോൾ തൽക്കാലം ഇത് എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി സദ്യയാണ്, സദ്യ നമുക്ക് വേണ്ട. വേറെ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. അത് ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്, അത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് സംഭവം. എന്തായാലും നമുക്കത് നോക്കാം. അപ്പം എല്ലാം കൂടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ചിലപ്പോൾ അത് റിമൂവ് ആകത്തില്ല. അതുകൊണ്ട് നമുക്ക് വേറൊരു ഇതിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ remove-bg.ai അപ്ലോഡ് എന്ന് പറയുന്ന ആ വെബ്സൈറ്റാണ് എടുത്തിരിക്കുന്നത്. മറ്റേ വെബ്സൈറ്റ് അത്ര ശരിയാവുന്നില്ല, അതുകൊണ്ട് അത് ഡൗൺലോഡ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തിരി സ്ലോ ആവുന്നത്. ഞാൻ എടുത്ത് അതിനകത്തേക്ക് പേസ്റ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾറെഡി കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും. ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആകുമ്പോൾ ഇത് കുറച്ചുകൂടി കണ്ടാവും. ഇതിൻ്റെ എഡ്ജെല്ലാം ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ഫോൾഡറിലേക്ക് വന്ന് കിടക്കും. നമ്മളവിടെ ഡൗൺലോഡ് ഫോൾഡറിൻ്റെ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളത് ആ ഇമേജ് രണ്ടെണ്ണവും കൂടി നമ്മൾ എടുത്ത് ഡ്രാഗ് ചെയ്തിട്ട് അതിലേക്ക് എടുത്ത് ഇടുക. ഇപ്പോൾ ഇത് വേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം നമുക്കിപ്പം റെസ്റ്റോറൻറ്റിൻ്റെ ആയതുകൊണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കൊടുക്കുന്നില്ലല്ലോ. ഞാൻ എക്സാമ്പിളായിട്ട് കാണിക്കുമെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് കൊടുക്കത്തില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇത് രണ്ടെണ്ണം മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ നെയിം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്, അത് നമുക്ക് ഇപ്പോൾ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഒരു ഫോൾഡറിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി അടുത്തത് എക്സൽ ഷീറ്റിൻ്റെ അപ്ലോഡ് via എക്സൽ എന്ന് പറയുന്നതിന് അതെടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും താഴെ നമ്മളിപ്പം മേക്ക് ഷുവർ ദ ഇമേജ് ഫയൽ നെയിം ആസ് പെർ ദ ബാർകോഡ് നെയിം, അത് നിർബന്ധമായിട്ട് നമ്മൾ മറന്നു പോകരുത്. പിന്നെ ഇതുണ്ട്, ഇപ്പോൾ വേറെ പേരാണ് ഉള്ളത്. പിന്നെ അടുത്തത് ഇന്ന ഫോൾഡർ ഹാസ് ഓൺലി എക്സൽ ഫയലും പിന്നെ ഇമേജ് ഫയൽസും ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ പുതിയൊരു ഫോൾഡർ ഇട്ട് യു നീഡ് ടു നോ ഹൗ ടു മേക്ക് ദ PNG ഫയൽസ്. അത് ഓൾറെഡി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അതിപ്പം അതുകൊണ്ട് പിന്നെ വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ സെലക്ട് എക്സൽ ഫയൽ ആൻഡ് PNG ഫയൽ ഇമേജ്, അത് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബട്ടണിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഉണ്ടോ? ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു വിചാരിച്ചു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം എവിടെയാണ് നമുക്ക് അതിൻ്റെ ഡൗൺലോഡ്സിൻ്റെ അത് ഇരുന്നിട്ട് ആ ഫയൽ ഉണ്ടോ. ഇപ്പോൾ തൽക്കാലം ഇതിനകത്തൊന്നും എക്സൽ ഷീറ്റിലല്ലോ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. ക്യാൻസൽ കൊടുക്കുമ്പോൾ തന്നെ ഒരു മെസ്സേജ് വരും, കണ്ടോ, നോ ഫയൽ സെലക്ടഡ്. പിന്നെ അടുത്തത് വ്യൂ എക്സൽ ഡേറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടായില്ല, കാണാൻ പറ്റില്ല. അതിൻ്റെ ബാക്ക് എടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇഫ് യു നീഡ് ടു സീ ഇമേജ് ബിഗ് സൈസ് പ്രിവ്യൂ ഓൺ ദ നെക്സ്റ്റ് പേജ്, അത് നമുക്ക് നെക്സ്റ്റ് പേജിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ആദ്യം ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇപ്പം വ്യൂ എക്സൽ ഡേറ്റ എടുത്തില്ല, അതിലത് നമുക്ക് ഇമേജ് ഫയൽസൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് വലിയ സൈസിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഡൗൺലോഡ് എക്സൽ ഫയൽ, അതാണ് നമ്മളിപ്പോൾ തൽക്കാലം ക്ലിക്ക് ചെയ്യുന്നത്. കാരണം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ആകും. കണ്ടോ, റെസ്റ്റോറൻറ്റ് small.xl ഫയൽ. കാരണം നിങ്ങളുടെ റെസ്റ്റോറൻ്റാണ്, ആ വെണ്ടർ കാറ്റഗറി ഏതാണോ റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പം നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പം നമുക്ക് ഫയൽ നമുക്ക് നിർബന്ധമില്ല, അത് എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ കറക്റ്റ് ഫയൽ നെയിം ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും വേണമെങ്കിലും ആവാം, പക്ഷേ അതിന് ബാർകോഡിൻ്റെ നെയിം കൊടുക്കണം. ടുഡേ അപ്ഡേറ്റ് എന്നോ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ, ടുഡേ അപ്ലോഡ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഡേറ്റ് കൊടുത്താലും എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മളടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സൽ ഇത്ര വർക്ക് ചെയ്തില്ല. കാരണം എക്സൽ എന്തോ ഒരു ചെറിയ എററുണ്ട്, അതുകൊണ്ട് നമുക്ക് എക്സൽ വർക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം വേറൊരു രീതിയിൽ നമുക്ക് എക്സൽ ഇല്ലാത്തവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കണ്ടോ, അത് എക്സൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് എക്സൽ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഗൂഗിളെടുക്കുക, നമുക്ക് spreadsheet.google.com എന്ന് പറയുന്നത്, സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ .google.com എന്ന് അടിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ .google.com വരും. spreadsheet.google.com അതിൽ നമ്മൾ ഇതുപോലെ ഒരു എക്സൽ ഷീറ്റ് വരും. നമ്മൾ google.com spreadsheet.google.com അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് കയറാൻ പറ്റും. അതിനുശേഷം എന്തുകൊണ്ടോ നമ്മൾ ഇൻ്റർനെറ്റിലൂടെയാണ് നമ്മളിപ്പോൾ എക്സൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ തൽക്കാലം ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് എടുക്കുന്നത്. ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത്. ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, റീസെൻറ്റ്, മൈ ഡ്രൈവ്, സേവ് വിത്ത് മീ, നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ അപ്ലോഡ് നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ
നമുക്ക് എവിടെയാണോ നമ്മളുടെ എക്സൽ ഷീറ്റ് നമ്മൾ ഈ ആ ടുഡേ അപ്ലോഡ് എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ ലോഗില്ല, അതെടുത്ത് ഓപ്പൺ ചെയ്യുക. അത് അപ്ലോഡായി കഴിഞ്ഞതിന് ശേഷം അപ്ലോഡായി. ഇനിയിപ്പം നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇത് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം യഥാർത്ഥത്തിൽ പറഞ്ഞത് നമ്മൾ എടുക്കേണ്ടത് ഫയൽ എടുക്കുക, ഓപ്പണിൻ്റെ അകത്ത് ഫയൽ എടുക്കുക, അതിൻ്റെ ഓപ്പൺ ഫയൽ, അതിൻ്റെ റീസെൻ്റിൽ ടുഡേ അപ്ലോഡ്, റീസെൻ്റിൽ ടുഡേ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പണായി വരും. ഉണ്ടോ? അല്ല വരുന്നില്ല, കുറച്ച് അടുത്ത പേജിലാണ് വന്നിരിക്കുന്നത്. ഉണ്ടോ? ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് റൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ റെഡി ആവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കാരണം റെഡിയായി. ഇപ്പം നമ്മൾ എക്സൽ ഷീറ്റിൽ നമ്മളിപ്പോൾ ഇത്ര കണ്ടോ 25 പ്രൊഡക്റ്റ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിത് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യത്തെ 2 വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മുടെ 3, 4 എന്ന് പറയുന്ന റോ ഇല്ല, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുക. ഇപ്പോൾ 2ാമത്തെ 3ാമത്തെ റോയും വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, ഒരൊറ്റ മാത്രം മതി എനിക്ക്. കാരണം ഏറ്റവും മേളത്ത് ഡിലീറ്റ് ചെയ്യരുത്. അഥവാ ഡിലീറ്റ് ചെയ്ത് പോയാൽ ഉടനെ അൺഡു ചെയ്ത് ശരിയാവുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന അവിടെ വെച്ചിട്ട് അവിടെ ഒരു ആരോ ഉണ്ടല്ലോ, ആ ആരോ കാണുന്നില്ല, അതിനകത്ത് കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് കാണുന്നില്ല എങ്കിൽ വീണ്ടും നമ്മൾ ഡൗൺലോഡ് എക്സൽ ഡാറ്റ ഷീറ്റ് എന്നിട്ട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വീണ്ടും അപ്ലോഡ് ചെയ്ത് ആ നമ്മൾ ആ ഫയലിലായിരിക്കണം എഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടോ 0001 കാരണം 001 ആദ്യം ഒരു നമ്പറും കൂടി ഇടുന്നതായിരിക്കും ബെറ്റർ. കാരണം അല്ലെങ്കിൽ 000 ചിലപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ആ ബാർകോഡ് ഇതിന് ഞാൻ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു ഉണ്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഡെലിവറി ചാർജ് കൊടുക്കാം. ഈ ഗ്രീൻ കളറിൽ കാണുന്നത് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, സ്പെഷ്യൽ ഓഫർ നമ്മളിപ്പം ചെയ്തത് ഡിന്നറല്ല, നമുക്ക് ഡിന്നർ കൊടുക്കാം. കാരണം കറിയല്ലല്ലോ, അല്ലെങ്കിൽ ഹോട്ട് ഫുഡാണ് കൊടുക്കാം, അല്ലെങ്കിൽ ലഞ്ച് കൊടുക്കാം. ലഞ്ചും സാധാരണ ഫ്രൈസ് ലഞ്ചാകുമ്പോൾ ഡിന്നർ എന്താണെന്ന് വെച്ചാവാം, നമുക്ക് ഡിന്നർ കൊടുത്തു. അതിനകത്ത് നമുക്ക് ഇതിനാണ് അടുത്ത പ്രൊഡക്റ്റിൻ്റെ നെയിം. ഈ പ്രൊഡക്റ്റ് എഗ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് 1 പ്ലേറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. എഗ് ഫ്രൈഡ് റൈസ് 1 പ്ലേറ്റ് കണ്ടോ, 1 പ്ലേറ്റ് അല്ലേ, 1 പ്ലേറ്റ് ഫ്രൈഡ് റൈസ് 1 പ്ലേറ്റ് എന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ അത് ഇത് കോപ്പി ചെയ്ത് കണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഈ സൈഡിൽ 1 പ്ലേറ്റ് എന്ന് അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത് അതിനുശേഷം നമ്മൾ ക്ലിക്ക് അത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസ്ലേറ്റ് ഗൂഗിളിലേക്ക് കൊണ്ടുപോകുന്നു. ട്രാൻസ്ലേറ്റ് ഗൂഗിളിലോട്ട് അവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഉടനെ തന്നെ ഡിറ്റക്റ്റ് ലാംഗ്വേജ് ഉണ്ട്, ട്രാൻസ്ലേറ്റ് ഗൂഗിളിൽ ഫ്രൈഡ് റൈസ് ഇപ്പുറത്ത് മലയാളം ആണെങ്കിൽ മലയാളത്തിൽ കോപ്പി ചെയ്ത് അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് അതിൽ പേസ്റ്റ് ചെയ്യുന്നു. മേളത്തെ ആ പാർട്ടിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ മുട്ട ഫ്രൈഡ് റൈസ് 1 പ്ലേറ്റ് എന്ന് പറഞ്ഞ് വന്നു. അതിന് തൊട്ടപ്പുറത്ത് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അത് ഉള്ളി സവാള 1 കിലോ എന്നാണ് കിടക്കുന്നത്, പഴയ കിടക്കുന്നതിൻ്റെ ഒരു സാമ്പിൾ കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഡിലീറ്റ് റോ എന്ന് പറയുന്നത് 3ാമത്തെ റോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം ആദ്യം ഒരു റോയിൽ നമ്മൾ കൊടുത്തുള്ളൂ, അതിൽ ഒറ്റ റോ മതി. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ക്ലിയർ ആക്കി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തത് മുട്ട ഫ്രൈഡ് റൈസ് 1 പ്ലേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ മലയാളത്തിൽ തരാനായിട്ടാണ് പറയേണ്ടത്. ഇപ്പം പ്ലീസ് ഗീവ് മീ ദ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ എന്ന് കൊടുത്ത് കഴിയുമ്പോൾ ഇംഗ്ലീഷ് വന്നു. നമുക്കത് ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ, അല്ലെങ്കിൽ നമുക്കത് മലയാളത്തിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മളെന്ത് ചെയ്തു, ഞാൻ ഉടനെ തന്നെ അത് ഇപ്പോഴത്തെ സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഇതാണ് മുട്ട ഫ്രൈഡ് റൈസ് ഒന്നിൻ്റെ പോഷക വിവരങ്ങൾ എന്ന് പറഞ്ഞ് കൊടുക്കും. മലയാളത്തിൽ ഇടാന്ന് കൊടുക്കുമ്പോൾ ഇതിൽ ഏകദേശം കണ്ട ഈ 3 ഞാനിപ്പോൾ കോപ്പി ചെയ്യുന്നു. ഇതുണ്ടോ സോഡിയം കൊഴുപ്പ് അവസാനത്തെ ലൈനൊന്നും ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. റെസ്റ്റോറൻറ്റ് തയ്യാറാക്കുന്നതിന് അളവ് കൂടുന്നതിന് സോഡിയം കൊഴുപ്പും കൂടുതലായേക്കാം, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തു ആ സെല്ലിലാണ്. പിന്നെ പ്രൊഡക്റ്റ് ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓൾഡ് പ്രൈസ് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടി വയ്ക്കാം. നമുക്ക് കാരണം വെച്ചാൽ 500 രൂപ നമുക്ക് കൂട്ടി വയ്ക്കുന്നു. എന്നിട്ട് കാരണം വെച്ചാൽ ഓൾഡ് പ്രൈസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇച്ചിരി കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. ഓൾഡ് പ്രൈസ് ഇച്ചിരി കൂടുതലായിട്ടും നമ്മുടെ ഐറ്റംസിൻ്റെ അത്രയും വാല്യൂ ഉണ്ട്, നമ്മളത് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു എന്ന് വിചാരിച്ചാൽ മാത്രം മതി. പിന്നെ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് 10 നമ്മൾ കൊടുത്തു, അതായത് 10 പ്ലേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് എത്ര ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈൽ ആപ്പിൽ നിന്ന് എത്രയാണോ ഓർഡർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് കുറവ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്.
അത് നമ്മുടെ നേരത്തെ ഞാൻ കാണിച്ചില്ല അപ്ഡേറ്റ് പ്രൊഡക്റ്റിൻ്റെ അകത്ത് ജസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഒരു സ്റ്റോക്ക് മാത്രം നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് പ്രൊഡക്റ്റ് സെലക്ട് കാറ്റഗറി ടാഗ് നെയിംസ് ഇല്ലേ, എഗ്ഗ്, ഫ്രൈഡ് റൈസ്, പിന്നെ അത് വെജിറ്റബിൾ ഓയിൽ തുടങ്ങിയതാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അതായത് നമ്മൾ ടാഗ് നെയിമാണ്. നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് ആ കസ്റ്റമർ സെർച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്ത് വരും. പിന്നെ ഡിന്നർ, സ്പെഷ്യൽ ഓഫർ, പ്രൊമോഷൻ തുടങ്ങിയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള, അതായത് തോന്നിയ എന്തെങ്കിലും കൊടുക്കാൻ പറ്റില്ല, നമുക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഗിഫ്റ്റ് സംബന്ധിച്ച കാര്യങ്ങൾ കൊടുക്കണ്ട. പിന്നെ ഈ ബാക്കിയുള്ള വൈറ്റ് കളറുള്ളതൊന്നും നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ സൈസ് ലിസ്റ്റ് കണ്ടോ, കിലോയ്ക്ക് വരെ നമ്മൾ പ്ലേറ്റാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ വേറെ ഒന്നും നമ്മൾ ഗ്രീൻ കളറുള്ളത് മാത്രമേ എഡിറ്റ് ചെയ്യുള്ളൂ, അല്ലാത്ത മറ്റൊന്നും എഡിറ്റ് ചെയ്യരുത്. പക്ഷേ അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രോഗ്രാമിലും നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അകത്ത് എറർ ഉണ്ടാവും. പിന്നെ റെസ്റ്റോറൻറ്റ് സ്മാൾ എന്ന് പറയുന്നതാണ്, അതൊന്നും എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, അതൊന്നും എഡിറ്റ് ചെയ്യണം. സൈസ് ലിസ്റ്റാണ് പ്ലേറ്റ് കണ്ടോ, ഇതെല്ലാം ഗ്രീൻ കളറിലുള്ളതാണ് ബെറ്റർ എഡിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം നമുക്ക് ആദ്യത്തെ സെല്ലിൽ പോയി A1 എന്ന് പറയുന്നില്ല കണ്ടോ, കണ്ടില്ല, ABC എന്ന് പറയുന്നത്, അതിന് 1, 2, 3 കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരെണ്ണം നമ്മൾ കൊടുത്തുള്ളൂ, ഫ്രൈഡ് റൈസിൻ്റെ കൊടുത്തുള്ളൂ. നമുക്ക് വേറൊരു പ്രൊഡക്റ്റും കൂടെ നമ്മളെന്തോ ഒരു അപ്പത്തിൻ്റെ അതൊക്കെ ചെയ്തില്ല. അപ്പോൾ നമ്മളവിടെ 3ാമത്തെ റോയിൽ ക്ലിക്ക് ചെയ്തു. 3ാമത്തെ റോയിൽ എന്ന് വെച്ചാൽ തൊട്ടടുത്ത റോ നമ്മൾ ആദ്യത്തെ പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കോപ്പി വരുന്നത് Ctrl D പ്രസ് ചെയ്യുമ്പോഴാണ് കോപ്പി വരുന്നത്. Ctrl D നമ്മൾ 3ാമത്തെ റോയിൽ സെലക്ട് ചെയ്തിട്ട് Ctrl D. അല്ലാതെ പിന്നെ പ്രൊഡക്റ്റ് കണ്ടെങ്കിൽ ഓരോന്നും പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ആദ്യം എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം. ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതാ പ്രൊഡക്റ്റാണ് ഇത്, അപ്പവും കുറേ എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം, അപ്പവും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പൺ ചെയ്തോട്ടെ. ഉണ്ടോ അപ്പവും പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് ചിക്കൻ കറിയും മട്ടൻ കറിയും അതെല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് തൽക്കാലം അപ്പം ചിക്കൻ കറിയും മാത്രം കൊടുക്കും. ഇപ്പോൾ ഇത്രയും ദീർഘമുള്ള സംഭവം ആൾറെഡി എടുത്തു കഴിഞ്ഞു, ഇനി പിന്നെയും എല്ലാം കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ അപ്പം എന്താ നോക്കട്ടെ. ഇതൊക്കെയാണ്, അപ്പമുണ്ട്, ചമ്മന്തിയുണ്ട്, ചിക്കനുണ്ട്, പിന്നെ എന്തോ കടല പുഴുങ്ങി അതിൻ്റെയൊക്കെയുണ്ട്, കടലക്കറി അതിൻ്റെയൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആകട്ടെ നമുക്ക്. ഇപ്പോൾ തൽക്കാലം ഞാനത് അന്നേരം പെട്ടെന്ന് തൽക്കാലത്തേക്ക് ഒരു ഒരെണ്ണം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, നമുക്ക് അതിൻ്റെ ബാർകോഡ് നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുത്തില്ല, സെക്കൻഡിൽ 2 0002 എന്നാണ്. അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ തൽക്കാലം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റില്ല, ഡിന്നറിൻ്റെ നേരെ പ്രൊഡക്റ്റ് കാറ്റഗറി അതിൻ്റെ അടുത്ത് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഡീൽസ് 1 പ്ലേറ്റ് 1 പാക്ക് എന്ന് കൊടുത്ത്. ഓക്കെ, അതിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് കറക്റ്റ് കൊടുക്കേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഡീൽസ് എന്ന് കൊടുത്തിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ പ്രാതൽ എന്ന് പറയുന്ന ഇത്ര സുഖമില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ടോ. ഞാനിപ്പം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡീലുകൾ എന്ന് പറയുന്ന അത് ഡിലീറ്റ് ചെയ്യുന്നു. സ്പെഷ്യൽ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാനിപ്പം എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിൻ്റെ ഉണ്ടാവും, അതിനകത്ത് നമസ്കാരം ISM ഉണ്ടെങ്കിൽ ISMൻ്റെ സ്റ്റൈലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാവുന്നത് ഉണ്ടാവും. ഉണ്ടോ, അത് ചിലപ്പോൾ വരത്തില്ല. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വരും. ഉണ്ടോ, ബ്രേക്ക് എന്ന് മാത്രമേ വന്നുള്ളൂ. അത് ശരിയായില്ല. അങ്ങനെ ബാക്കെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ട പറഞ്ഞ സെലക്ഷൻ വരും, ബ്രേക്ക്ഫാസ്റ്റ്. അതിനകത്ത് എടുത്ത് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അടുത്തത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് അതിനകത്തോട്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് മേളിൽ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെല്ലിൽ മാത്രമായിട്ട് വരും. പിന്നെ അടുത്തത് എന്താണ്, നമുക്ക് 3 ടൈപ്പ് ചെയ്ത് മലയാളത്തിൽ 3. അതുകൊണ്ട് നമുക്ക് അപ്പം വന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ പിന്നെ അപ്പം 3 അപ്പോൾ കോമായിട്ട് കൊടുക്കാം. ചിലപ്പം നമ്മളിപ്പം ഇത് ഇത്രയും കൊടുക്കുമ്പോഴേ ചിക്കൻ പിന്നെ കറി, ചിക്കൻ കറി, എന്താണ് സാലഡും കൂടെ കൊടുത്ത് നോക്കാം. എന്നിട്ട് കുറേ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴേ ചെറിയൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് 45 ലെറ്ററിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനൊരു വിഷയമുണ്ട്. കാരണം 40 ലെറ്ററിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് 45 ലെറ്റർ വീണ്ടും നമ്മൾ ചേഞ്ച് ചെയ്യണം. അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അപ്പം ചിക്കൻ അത് ശ്രദ്ധിക്കണം. 45 ലെറ്ററിൽ കൂടുതൽ മലയാളം ആണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ നമുക്കത് ഫ്ലെയറൊക്കെ ചെയ്യുമ്പോഴേ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ സാധാരണ നോർമൽ ഡിസ്ക്രിപ്ഷനല്ല കാണുന്നത്. അപ്പോൾ ചിക്കൻ കറിയിൽ മാത്രം കൊടുത്താൽ മതി, സ്പെഷ്യൽ അപ്പം ചിക്കൻ കറി അത് മാത്രം മതി. തൽക്കാലം ഒരുപാട് 45 ലെറ്ററിൽ കൂടുതലൊന്നുമില്ല, സ്പെഷ്യൽ അപ്പം ചിക്കൻ കറി എന്ന് മാത്രം മതി. അത് നമ്മളെടുത്തിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അത് ചിക്കൻ കറി. അപ്പോൾ ഓക്കെ
എന്നിട്ട് ഏകദേശം 600-700 അതായത് മറ്റേ പഴയതിൻ്റെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സ്പെഷ്യൽ അപ്പം ചിക്കൻ കറി എന്ന് പറഞ്ഞ് എടുത്തിട്ട് നമുക്കിപ്പോൾ തൽക്കാലം ഇത് എടുത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലത് അതിന് നേരത്തെ കൊടുത്തതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുന്നത് ന്യൂട്രീഷൻ ഇൻഫർമേഷൻ, ന്യൂട്രീഷൻ മലയാളം, അങ്ങനെ ഇമ്പോർട്ടൻ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. എന്താണ് സ്പെഷ്യൽ അപ്പം ചിക്കൻ കറി, സെർവിങ് പോർഷൻ, ഏകദേശം അപ്പം ഗ്രേവി ചിക്കൻ കറി. തൽക്കാലം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ ഇത്രയും അതൊന്ന് ജസ്റ്റ് കോപ്പി, സ്പെഷ്യൽ അപ്പം ചിക്കൻ കറി തൽക്കാലം അത്രയും മതി. ഉണ്ടോ, ചിക്കൻ കറിയിൽ നിന്ന് മാത്രം അത്രയും കോപ്പി ചെയ്യുന്നു. Ctrl+C പ്രസ് ചെയ്താൽ മതി, കോപ്പി ചെയ്തിട്ട് പിന്നെ എടുത്തിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. അല്ലാതെ അവിടെ പിന്നെ സെല്ലിൽ വെച്ചിട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 ലൈനൊക്കെ ഉണ്ടെങ്കിൽ 2 ലൈനായിട്ട് വരും. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ 200 രൂപ ഓൾഡ് പ്രൈസും 100 രൂപ നോർമൽ പ്രൈസ്. 200 രൂപ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് 200 രൂപയൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ആകത്തില്ല. പിന്നെ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് അന്നേരം. പിന്നെ അപ്പം ചിക്കൻ പിന്നെ സാലഡ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ചിക്കൻ കറി ഇപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. പിന്നെ റൈസ്, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ, പിന്നെ കടല, എഗ്ഗ്, പിന്നെ കറിയുണ്ട്, പിന്നെ കടല ഉണ്ടെന്ന് തോന്നുന്നു. കടലയും കൂടെ കൊടുത്തേക്കാം. ദാൽ, ചെന്ന, കടലയെന്ന് കൊടുത്തേക്കാം. കടലയെന്ന് കൊടുത്തു. അപ്പോൾ ചെന്നൈന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ ചിലത് ചെന്നൈന്ന് വരുന്നത് മലയാളത്തിലും ഇവിടെ ബംഗാളികളാണല്ലോ കൂടുതൽ. അതുകൊണ്ടിപ്പം നമ്മൾ ചെന്നൈന്നൊക്കെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ബംഗാളികൾ പൊതുവേ ഇതിനകത്ത് ഇപ്പോൾ ഓർഡർ ചെയ്യാറായി. കണ്ട പ്ലേറ്റിന് വരെ നമ്മൾ പാക്കിന് കൊടുക്കും. പിന്നെ റുപ്പീസ് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്തത്, കാരണം നിങ്ങൾ വൈറ്റിലുള്ള ഒരൊന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ഫയൽ എടുത്ത് സേവ്, ഇതിനെ സാധാരണ നമ്മൾ സേവ്, ഇതിനകത്ത് സേവ് ഇല്ല, അതിന് വരും ഡൗൺലോഡ് XLX ഫയൽ ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ഈ സാധനം നമ്മൾ ആൾറെഡി ഇത് നേരെ സെയിം ഫയൽ തന്നെയല്ലേ നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ ഫയലിൻ്റെ നെയിം ഒന്ന് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ 2 ഫയൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് പ്രോബ്ലമാണ്. അതുകൊണ്ട് ഒരു എക്സൽ ഷീറ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതുകൊണ്ട് അത് നോക്കണം. ഇപ്പോൾ നമ്മൾ റീപ്ലേസിങ് ചെയ്തതാണ്, അതുകൊണ്ടാണ്. ഇനി അടുത്തത് സെലക്ട് നമ്മുടെ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം, നമ്മൾ ബാക്ക് എൻഡിൽ വന്നതിന് ശേഷം നമ്മൾ ഏതാണോ ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നില്ലേ, ആ ഫോൾഡറിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് ടുഡേയ്സ് അപ്ലോഡ് എന്ന് പറയുന്നത് 2 പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിം ചേഞ്ച് ചെയ്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കാൻ നോക്കാം. വേണ്ട, മിസ്സിങ് ഇമേജ് ഫയൽ ഓഫ് ദ ഫോളോയിങ് ബാർകോഡ്സ് ഉണ്ട് 0002 എന്ന് പറയുന്നത് മിസ്സിങ് ഇമേജ്. അത് എക്സൽ ഷീറ്റിൽ മിസ്സിങ് ഇമേജ് 002 നമ്മളുണ്ട്, ആഡ് കൊടുത്തിട്ട് നമ്മളത് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് രണ്ടാമത്തേന് അതിൻ്റെ നമുക്കറിയാവുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളത് നോക്കിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. നമ്മൾ ഏതാണെന്ന് എക്സൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് പിന്നെ ഇമേജിൽ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മൾ സെലക്ട് PNG ഫയൽ കൂടെ ഒരുമിച്ച് Ctrl A കൊടുത്താലും മതി. അല്ല, എന്നിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെലക്റ്റായി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെ ഇപ്പോൾ 100 പ്രൊഡക്റ്റൊക്കെ ഒരുമിച്ചൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പല ഫോൾഡറിലാക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം വെച്ചാൽ 10, 20, 50 പ്രൊഡക്റ്റുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം വെച്ചാൽ ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല, പ്രോസസ്സിംഗ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിപ്പോൾ. ഇനി വ്യൂ എക്സൽ ഡേറ്റ എന്ന് കൊടുക്കാം. ഉണ്ടാവും, നമുക്ക് വ്യൂ എക്സൽ ഡേറ്റ എന്ന് കൊടുത്തു കഴിയുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നത് കണ്ടോ, ആ ഇമേജിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്താൽ സൂമായിട്ട് കാണാൻ പറ്റും. ഇമേജ് സൂമായിട്ട് കാണാം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടില്ലേ. ആ ഇമേജിൻ്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ലോങ് പ്രസ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മതി. അതാണ് അതിൻ്റെ നേരത്തെ എഴുതിയിരുന്നത് കണ്ടോ. അപ്ലോഡ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നാമത്തെ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരും. ഉണ്ടോ പ്രോസസ്സിങ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ബാക്കിലേക്ക് പോവുക, അല്ലാതെ വീണ്ടും അപ്ലോഡ് വീണ്ടും ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ എക്സൽ ഫയലിൻ്റെ എക്സലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചത്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ pushkinpraveen@gmail.com അയയ്ക്കുക. പിന്നെ അത് എന്തെങ്കിലും ഡിലേ വന്നാൽ നമുക്ക് ഉടനെ തന്നെ. പക്ഷേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ടോ, ഇത് കണ്ടോ 4 ചിലപ്പോൾ നമ്മൾ അറിയാതെ എന്തെങ്കിലും സ്പേസോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ 4 തൊട്ട്, അതായത് 4 തൊട്ടെന്നല്ല, നമ്മൾ എത്രയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള empty row തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾ അത് ഡിലീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് നിർബന്ധമാണ് കേട്ടോ. കാരണം നമ്മൾ ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് താഴോട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഉണ്ടോ, അതായത് ഡിലീറ്റ് റോസ് എന്ന് പറഞ്ഞ് കൊടുക്കണ്ട. ഉണ്ടോ, അതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് പോയിട്ട് ആ കോളത്തിൻ്റെ empty കോളത്തിനോട് വെച്ചിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സൽ ഷീറ്റിന് എറർ സംഭവിച്ചാൽ വീണ്ടും ഡൗൺലോഡ് എക്സൽ ഫയൽ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരു MD ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.
കാരണം MTR ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് വരും, നമ്മുടെ പ്രൊഡക്റ്റ് കാറ്റഗറി ആയിരിക്കും വരുന്നത്. അങ്ങനെ വന്നില്ലെങ്കിൽ ആ എക്സലിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അന്നേരം ഇതാണ് നമ്മൾ